ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം. ശശി തരൂർ നാലാമൂഴം തേടുന്ന മണ്ഡലത്തിൽ LDFിന് വേണ്ടി പന്ന്യൻ രവീന്ദ്രനും NDAക്ക് വേണ്ടി രാജീവ് ചന്ദ്രശേഖറും എത്തിയതോടെ വാശിയേറിയ പ്രചരണം നടന്നു. എങ്കിലും സ്ഥാനാർത്ഥികൾക്ക് ഇപ്പോഴും ചില സംശയങ്ങൾ ബാക്കിയുണ്ട്. സിറ്റിംഗ് MPമാരെ മത്സരിപ്പിക്കുക എന്ന തീരുമാനം കോൺഗ്രസ് നേരത്തെ തന്നെ എടുത്തിരുന്നതിനാൽ ശശി തരൂരിന്റെ സ്ഥാനാർത്ഥിത്വത്തെ മറ്റൊരു ചർച്ച വേണ്ടി വന്നിരുന്നില്ല. ആനി രാജയുടെ പേര് ഉയർന്നു കേട്ടെങ്കിലും CPIക്ക് വേണ്ടി ഒടുവിൽ കളത്തിലിറങ്ങിയത് ക്ലീൻ ഇമേജുള്ള പന്ന്യൻ രവീന്ദ്രൻ തന്നെയാണ്. നിർമ്മല സീതാരാമന്റെയും S ജയശങ്കറിന്റെയും കുമ്മനം രാജശേഖറിന്റെയും പേര് കേട്ടെങ്കിലും NDAക്ക് വേണ്ടി രാജീവ് ചന്ദ്രശേഖറും എത്തി. വാശിയേറിയ പ്രചരണം തന്നെയായിരുന്നു. തലസ്ഥാനത്തിന്റെ വികസനം, അഴിമതി, ED ദുരുപയോഗിക്കൽ, പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വരെ എത്തി നിൽക്കുന്ന പ്രചരണ വിഷയങ്ങൾ ശശി തരൂരിനെ പിന്തുണച്ച് NSSും എത്തിയത് കോൺഗ്രസ് ക്യാമ്പിന് ആത്മവിശ്വാസം പകർന്നിട്ടുണ്ട്. പതിവ് പോലെ മുസ്ലിം, ക്രൈസ്തവ വിഭാഗങ്ങളുടെ വോട്ടും തരൂരിന് ലഭിക്കുമെന്നാണ് UDFന്റെ പ്രതീക്ഷ. കഴിഞ്ഞ തവണ പിന്നിലായതിനുള്ള ക്ഷീണം ഇത്തവണ പന്ന്യനിലൂടെ മറികടക്കാനാണ് CPI കരുതുന്നത്. 2019 മികച്ച പ്രകടനത്തിന്റെ കണക്കുകൾ വെച്ച് തന്നെയാണ് BJP കളത്തിലിറങ്ങിയിട്ടുള്ളത്. നരേന്ദ്രമോദിയാണെങ്കിലും അമിത്ഷായാണെങ്കിലും എത്തി കരുത്തു പകർന്ന പ്രചരണത്തിന് നടി ശോഭന നൽകിയ പരസ്യ പിന്തുണയും വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന് BJP കണക്കുകൂട്ടുന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ആര് തമ്മിലാണ് യഥാർത്ഥ മത്സരം എന്ന കാര്യത്തിൽ സ്ഥാനാർത്ഥികൾക്ക് ഇപ്പോഴും വ്യക്തമായ അഭിപ്രായമില്ല എന്ന് തന്നെ പറയാം. ഇടതുപക്ഷം വളരെ മുമ്പിലെത്തിയെന്ന് പന്ന്യൻ രവീന്ദ്രൻ പറയുകയാണ്. യഥാർത്ഥത്തിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ മത്സരം LDFും BJPയും തമ്മിലുള്ള മത്സരം പോലെ ആയിക്കഴിഞ്ഞിരിക്കുന്നെന്നും പന്ന്യൻ രവീന്ദ്രൻ പറയുന്നുണ്ട്. എന്നാൽ UDFന്റെ വോട്ട് ചേർന്ന് BJPക്ക് കിട്ടിയേക്കും എന്നുകൂടി പന്ന്യൻ പറയുകയാണ്. എന്നാൽ BJPയേക്കാൾ വളരെ മുൻപിലാണ് ഇടതുപക്ഷമെന്നും പന്ന്യൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതേസമയം തന്നെ തരൂരും പന്ന്യനും തമ്മിലാണ് മത്സരമെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. ഇതിനോട് സരസമായിട്ടാണ് ശശി തരൂർ പ്രതികരിച്ചത്. BJPയും LDFും രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയാണ് മത്സരിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ജയിക്കുമെന്ന് പറയാനുള്ള ധൈര്യം പന്ന്യൻ ഉണ്ടായില്ല എന്നും തരൂർ പറഞ്ഞു. അവർ രണ്ടാം സ്ഥാനത്തിനും കോൺഗ്രസ് വിജയിക്കാനുമാണ് മത്സരിക്കുന്നതെന്നും തരൂർ വിശദീകരിച്ചു. പന്ന്യന്റെ വാക്കുകൾക്ക് മറുപടിയില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ആര് തമ്മിലാണ് മത്സരമെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം പറയുകയാണ്. സമ്പത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിനോടാണ് നരേന്ദ്രമോദി പ്രതികരിച്ചിരിക്കുന്നത്. അത് വിവാദമാക്കേണ്ടതില്ല എന്നും രാഹുൽ ഒരു ഐലൻഡ് വാങ്ങി ഭരിക്കട്ടെ എന്നും തരൂർ അവിടെയുള്ള വിദേശകാര്യ മന്ത്രിയാകട്ടെ എന്നും രാജീവ് ചന്ദ്രശേഖർ പരിഹസിച്ചു. എന്ത് തന്നെയാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് അത് അതിനിർണായക ലോക്സഭാ മണ്ഡലം തന്നെയാണ്. മാത്രമല്ല ഏറെ ആശങ്ക നിലനിൽക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം കൂടിയാണ്. കൃത്യമായ പ്രവചനം നടത്താൻ പോലും സാധിക്കാത്ത ഒരു ലോക്സഭാ മണ്ഡലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആദ്യം UDFിനുണ്ടായിരുന്ന പ്രതീക്ഷകളെല്ലാം തന്നെ അറ്റുപോയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. അതേ സാഹചര്യത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അഥവാ NDAയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. ഒരർത്ഥത്തിൽ BJPയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പരീക്ഷണങ്ങളെല്ലാം തന്നെ വിജയിപ്പിക്കാൻ ഒരു പരിധിവരെയെങ്കിലും വിജയിപ്പിക്കാനായിട്ട് സാധിച്ച ഒരു ലോക്സഭാ മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം LDFിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ LDF വലിയ രീതിയിൽ കളത്തിൽ ഇറങ്ങി കളിച്ചിരുന്നില്ല എങ്കിൽ പോലും അവസാന ഘട്ടത്തിലേക്ക് എടുക്കുമ്പോൾ ചടുലമായ ഭാഷകൾ കൊണ്ട് പന്ന്യൻ രവീന്ദ്രൻ വീണ്ടും മാധ്യമങ്ങളിലും വാർത്തകളെല്ലാം തന്നെ ഇടം നേടുന്നത് ശ്രദ്ധേയം തന്നെയായിരുന്നു. അതിനുശേഷം ആദ്യമേ ശശി തരൂർ പന്ന്യൻ രവീന്ദ്രനെ പരിഹസിച്ചതിന് മറുപടിയായിട്ട് പന്ന്യൻ രവീന്ദ്രൻ വരികയാണ്. പന്ന്യൻ രവീന്ദ്രൻ പറയുന്നത് താനൊരു മെസ്സിയെ പോലെയാണ്, മെസ്സി കളിച്ച് വിജയിക്കുന്നത് പോലെ താനും കളിച്ച് വിജയിക്കുമെന്നെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് പന്ന്യൻ രവീന്ദ്രൻ കളത്തിലിറങ്ങുകയാണ്. അതേ സാഹചര്യത്തിൽ ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു ഹാട്രിക് വിജയത്തിന് ശേഷം 4ാം തവണയും ഇത്തവണ വിജയിച്ചു വരുമെന്ന് വിചാരിച്ച UDFന്റെ സാരഥിയായിട്ടുള്ള ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം അണികളുടെ ഇടയിൽ നിന്ന് പോലും പിന്തുണ കുറയുന്നതായും കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് അതീവ നിർണായകം തന്നെയാണ്. ഒരു ത്രികോണ മത്സരത്തിലേക്ക് നീങ്ങിയിരിക്കുന്ന സാഹചര്യമാണ്. യഥാർത്ഥത്തിൽ മത്സരം ആര് തമ്മിലാണ് എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കി തന്നെയാണ്.